BJP ടമാർ പട എന്തൊക്കെയായിരുന്നു. എമ്പുരാൻ എന്ന സിനിമയിൽ കൃത്യമായി ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമാണ് ഭരണകൂടത്തിനെതിരെ സംസാരിക്കുന്ന വീടുകളിലേക്ക് ഇഡിയെ വിടുക എന്നുള്ളത്. ഇവിടെ കൃത്യമായി ഗോകുലൻ ചേട്ടന്റെ ഓഫീസിലേക്ക് ഇഡി വിട്ടു. ഇഡി ഇപ്പോ അവിടെ കിടന്നിട്ട് കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നു, എന്തൊക്കെയോ കണ്ടെത്തി എന്നാ പറയുന്നത്. കൊള്ളാം BJP-ക്കാരെ, കൊള്ളാം, നിങ്ങളുടെ തന്റെ ഇടം കൊള്ളാം. ഈ വയസ്സാൻ കാലത്ത് ഇഡി റെയ്ഡ് നടത്തി ജയിലിൽ കിടക്കണോ അതോ സിനിമയിലെ സീൻ കട്ട് ചെയ്യണോ എന്നൊരു ചോദ്യം ഉയർന്നാൽ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നടത്തുന്ന മോഹൻലാലിനും ആന്റണി പെരുമ്പാവൂരിനും ഗോകുലം ഗോപാലൻ ചേട്ടനും ഒക്കെ മറ്റൊന്നും ആലോചിക്കാൻ പറ്റിയെന്ന് വരില്ല. ഈ പറഞ്ഞതുപോലെ എമ്പുരാൻ ഇഫക്റ്റ് ആണോ എന്നൊന്നും അറിയില്ല. ഗോകുലം ഗോപാലന്റെ സ്ഥാപനത്തിൽ ഇഡിയുടെ റെയ്ഡ് നടക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. പിന്നെന്താ സംശയം? അത് തന്നെ, അതേ എഫക്ട് തന്നെ. ഗുജറാത്ത് കലാപം ചർച്ച ചെയ്തു കേരളത്തിലുള്ള മുഴുവൻ ആളുകൾ അത് മനസ്സിലാക്കി. BJP-ക്ക് പിടിച്ചാൽ കെട്ടാത്ത ദൂരത്തേക്ക് ആ എയറിലോട്ട് കയറാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള എമ്പുരാൻ ടീമിന്റെ വീടുകളിലേക്ക് ഇനി ഇഡിയുടെ കടന്നു